എത്ര വീൽ ബെയറിംഗ് മാറിയിട്ട് നിങ്ങളെ ബുള്ളറ്റിൽ വീൽ ബെയറിംഗ് പോകുന്നുണ്ടോ? എന്താണ് കാരണം? കമ്പനി നമുക്ക് തരുന്ന ഒരു മുളഞ്ഞ ഫൈബർ സ്പേസറാണ്. ഇവനെ കാരണം നമ്മളെ ബെയറിംഗ് എല്ലാം പെട്ടെന്ന് അടിച്ചു പോകും. നമ്മൾ ഒരു പഴയ ഹബ്ബ് എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടികളുടെ സ്പേസർ. ഇത് ഇപ്പോൾ ഒരു പഴയ മോഡൽ വണ്ടികളുടെ സ്പേസറാണ്. ഇതിപ്പോൾ ഫ്രണ്ടാണ്, മറ്റേ ബാക്ക് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഒരു ഡെമോയ്ക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേ മോഡലിൽ കുറച്ചുകൂടെ നീളം കൂടിയാണ് പഴയ വണ്ടികളുടെ സ്പേസർ വരുന്നത്. ഈ സാധനം തന്നെയാണ്. ഇത് കുറച്ചുകൂടെ നീളം വരും, ഏകദേശം ഈ നീളം വരും. അപ്പോൾ നമ്മുടെ ബെയറിംഗ് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്പേസർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു സാധനം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ ഒരു പ്ലേ കൂടി കഴിഞ്ഞാൽ വീൽ ബെയറിങ്ങിന് ഓവർലോഡ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വീൽ ബെയറിങ് വരുന്നത്. അപ്പോൾ അകത്ത് ആ പ്ലേ കൂടുമ്പോഴത്തേക്ക് ഈ വീൽ ബെയറിങ്ങിലായിരിക്കും ഈ ലോഡ് മൊത്തം വന്ന് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീൽ ബെയറിങ് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതാണ് പ്രശ്നം. അതേസമയം നമ്മൾ മെറ്റൽ സ്പേസർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസർ ഒരിക്കലും ഇത് പൊട്ടിപ്പോകത്തില്ല. നമ്മൾ ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഈ ഒരു ഇതിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇത് ഒരിക്കലും നല്ല പ്ലേ ആയിട്ട് പോകത്തില്ല, കാരണം പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ ആക്സിൽ അതിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. വേണ്ട, ലോഡ് വീൽ ബെയറിങ്ങിലോട്ട് അധികം വരത്തില്ല. അപ്പോൾ നമ്മളെ വീൽ ബെയറിങ് നല്ല ലൈഫ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് ഈ പ്ലാസ്റ്റിക് വരുന്ന സ്പേസർ യൂസ് ചെയ്യരുത്. ഇതിന് ഒരു യൂസും ഇല്ലാത്ത സാധനമാണ്. ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഫുള്ളി മെറ്റലായിട്ടുള്ള ഈ ടൈപ്പ് സ്പേസർ തന്നെ വീൽ ബെയറിങ് മാറാൻ ശ്രമിക്കുക. വീൽ ബെയറിങ് പോയാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. വീൽ ബെയറിങ് പോയി കഴിഞ്ഞാൽ വണ്ടി എന്തോ പാളം നടക്കും നമുക്ക് തോന്നും. ഒഴിച്ചിലുണ്ടാവും, ടയർ കറങ്ങുമ്പോൾ നോയ്സ് ഉണ്ടാവും. വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആയി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹബ്ബും കൂടി കംപ്ലൈൻ്റ് ആവും. ഹബ്ബിന് 2300 രൂപ വിലയുണ്ട്. ഹബ്ബ് മാറി വരുമ്പോൾ എങ്ങനെ പോയാലും 3000 രൂപ വെറുതെ കളയേണ്ടി വരും. പിന്നെ ടയർ മൊത്തം വെട്ടി തെഞ്ഞ് പോകും. അപ്പോൾ ഇതുപോലെയുള്ള അറിവൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തി വെച്ചേക്കണം. ഓക്കെ.